ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രസീലിയൻ താരങ്ങൾ. അതിപ്പോൾ ഏത് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ടൂർണമെന്റിൽ മികച്ച പെർഫോമൻസ് ആണ് ബ്രസീലിയൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങൾ, ഇതിലെല്ലാം ഒരു ബ്രസീലിയൻ ഇംപ്രിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ സെമി ഫൈനലിൽ ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഫ്ലുമിനൻസെക്കെതിരെ 2 തകർപ്പൻ ഗോളുകൾ നേടി ചെൽസിയുടെ വിജയശില്പിയായി മാറിയ ജാവോ പെദ്രോ അതിലൊരു പുതിയ എക്സാമ്പിൾ ആണ്. കാരണം അത്രയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. അതായത് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് മത്സരമാണ് ജാവോ പെദ്രോ ചെൽസിക്ക് വേണ്ടി കളിക്കുന്നത്. സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം പിടിച്ചതിന്റെ ആ ഒരു ആനുകൂല്യം മുതലാക്കി 2 കിടിലൻ ഗോളുകൾ. ആദ്യ ഗോളാണെങ്കിൽ ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ഗംഭീര സ്ക്രീമർ എന്നൊക്കെ പറയാൻ പറ്റും, ഒരു കേളിംഗ് ഫിനിഷ് ആയിരുന്നു. രണ്ടാമത്തെ ഗോളാണെങ്കിൽ കൃത്യമായ ആന്റിസിപ്പേഷനോടെയുള്ള റണ്ണ്, അതിനനുസരിച്ചുള്ള മുന്നേറ്റം, പിന്നെ 2 ഫ്ലുമിനൻസെ ഡിഫൻഡർമാരെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കിടയിലൂടെ ആ ഒരു ഗോൾ നേടുന്നു. അപ്പൊ ഇങ്ങനെ മികച്ച രീതിയിൽ 2 ഗോളുകളാണ് ജാവോ പെദ്രോ നേടിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് ജാവോ പെദ്രോയെ ചെൽസി ബ്രൈറ്റണിൽ നിന്ന് സൈൻ ചെയ്തത്. 60 മില്യൺ പൗണ്ട് കൊടുത്തായിരുന്നു സൈനിങ്. അപ്പം വലിയൊരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. കാരണം ഈ ഒരു തുകയ്ക്കുള്ള താരമാണോ ജാവോ പെദ്രോ, അതിനനുസരിച്ചുള്ള ഒരു പ്രോമിസിംഗ് ആയുള്ള പ്ലെയർ ആണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിന് ഇടം പിടിച്ച മത്സരത്തിൽ തന്നെ തകർപ്പൻ ബ്രേസുമായിട്ട് തൻ്റെ വിമർശകർക്കൊക്കെ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് 23-കാരനായ ബ്രസീലിയൻ സ്ട്രൈക്കർ. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി, അതിനു മുമ്പ് ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ കളിച്ച് പിന്നീട് സ്ട്രൈക്കറായി മാറിയ ഒരു ചരിത്രമാണ് ജാവോ പെദ്രോയ്ക്കുള്ളത്. ഫ്ലുമിനൻസയുടെ യൂത്ത് അക്കാദമിയിലൂടെ വളർന്ന് വാട്ട്ഫോർഡിന് വേണ്ടി കളിച്ചു. വാട്ട്ഫോർഡിൽ നിന്ന് ബ്രൈറ്റനിലെത്തി. ബ്രൈറ്റന് വേണ്ടി കഴിഞ്ഞ 2 സീസണുകളായിട്ട് മോശമല്ലാത്ത പ്രകടനമാണ് ജാവോ പെദ്രോ കാഴ്ചവെച്ചത്. 70 മത്സരങ്ങളിൽ നിന്ന് 30 ഗോളുകളും 10 അസിസ്റ്റുകളും നേടാൻ ജാവോ പെദ്രോയ്ക്ക് സാധിച്ചു. അപ്പം മോശക്കാരനല്ല ജാവോ പെദ്രോ, മികച്ച രീതിയിലുള്ള അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. നല്ല ലിങ്ക് പ്ലേയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ്. വിഷൻ ഉണ്ട്, പിന്നെ അതുകൂടാതെ പാസിങ് എബിലിറ്റി ഉണ്ട്, ഏരിയൽ എബിലിറ്റി ഉണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ വൈഡ് ഏരിയയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ജാവോ പെദ്രോ. അപ്പൊ ജാവോ പെദ്രോ ഒരു പ്രോപ്പർ നമ്പർ 9 എന്നുള്ള രീതിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചെൽസി കുറേ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത്, നല്ലൊരു ഗോൾ സ്കോറർ ഇല്ല എന്നുള്ളത്. അത് ചെൽസിയുടെ പ്രകടനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണുകളിലൊക്കെ. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആയിരിക്കുമോ ജാവോ പെദ്രോ എന്നുള്ളതാണ് ഇപ്പം ഒരു ചോദ്യം. എന്തായാലും ഏർലി റിസൾട്ടേ വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് ഇപ്പം പോകാൻ പറ്റില്ല. പക്ഷെ പ്രോമിസിങ് ആയുള്ള ഒരു പ്ലെയർ ആണ്, നല്ലൊരു സൈനിങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പോസിറ്റിവിറ്റി, അതൊക്കെ കാണിക്കുന്നത് അതാണ്. കാരണം ജാവോ പെദ്രോ കളിക്കുന്നത് സ്റ്റാർട്ടിംഗ് 11-ലെ ആദ്യത്തെ മത്സരമാണ് ചെൽസിക്ക് വേണ്ടി കളിക്കുന്നത്. അതും തൻ്റെ മുൻ ക്ലബിനെതിരെ, തന്നെ വളർത്തി വലുതാക്കിയ ഫ്ലുമിനൻസെ എന്ന് പറയുന്ന ക്ലബിനെതിരെ കളിക്കുന്നു, ഗോളടിക്കുന്നു, 2 ഗോളുകൾ നേടുന്നു. അതിനുശേഷം ആഘോഷം നടത്താതെ തൻ്റെ മുൻ ക്ലബിനോടുള്ള അല്ലെങ്കിൽ തന്നെ വളർത്തി വലുതാക്കിയ ക്ലബിനോടുള്ള ആദരവ് പ്രകടമാക്കുന്നു. അപ്പൊ എന്തായാലും ഒരു ജെന്റിൽമാൻ അപ്രോച്ചും ഒരു പോസിറ്റീവ് അപ്രോച്ച് ഒക്കെയാണ് നമുക്ക് ജാവോ പെദ്രോയിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പൊ ജാവോ പെദ്രോ വന്നതോടുകൂടി ഇപ്പം ചെൽസിയുടെ മുന്നേറ്റ നിരയിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ജേമി ഗിറ്റൻസ് എത്തിയിരിക്കുന്നു, അതുകൂടാതെ ലിയാം ഡിലാപ്പിനെ ചെൽസി സൈൻ ചെയ്തിരുന്നു. അപ്പൊ ലിയാം ഡിലാപ്പ്, ജേമി ഗിറ്റൻസ്, പിന്നെ ജാവോ പെദ്രോ, അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് ഓപ്ഷൻ. അതുമാത്രമല്ല എസ്തേവിയോ വില്യനും കൂടെ അടുത്ത സീസണിൽ ചെൽസിയിൽ എത്തുകയാണ്. പിന്നെ നിക്കലസ് ജാക്സൺ എന്നുള്ളൊരു ഓപ്ഷനും അവിടെ കിടക്കുന്നു. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് മുന്നേറ്റ നിരയിൽ ചെൽസിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഗംഭീരമായുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ്, കോൾ പാമർ, അതുകൂടാതെ എൻസോ ഫെർണാണ്ടസ്. അപ്പം എന്തായാലും ഒരു ഗംഭീര ലൈനപ്പിലേക്കാണ് ചെൽസി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ലിയാം ഡിലാപ്പിന്റെ സസ്പെൻഷൻ ആയിരുന്നു ജാവോ പെദ്രോയ്ക്ക് സ്റ്റാർട്ടിംഗ് 11-ൽ കളിക്കാൻ ഒരു അവസരം ലഭിച്ചത് ചെൽസിക്ക് വേണ്ടി ആദ്യമായിട്ട്. എന്തായാലും ആ ഒരു അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ജാവോ പെദ്രോയ്ക്ക് കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ ക്വാർട്ടറിൽ പാൽമിറാസിനെതിരെയും നല്ല പ്രകടനമായിരുന്നു. കുറച്ച് സമയം കളിച്ചുള്ളെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രകടനം തന്നെയായിരുന്നു പെദ്രോ കാഴ്ചവെച്ചത്. അപ്പം ഇനിയിപ്പോൾ ഫൈനലിൽ എൻസോ മറസ്ക ആരെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അത് ചെൽസിയെ സംബന്ധിച്ചൊരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്.